ഒരു കറുത്ത അടയാളം. ഒരിക്കൽ ഒരു പ്രൊഫസർ ക്ലാസ്സിലെത്തി തൻ്റെ വിദ്യാർത്ഥികളോട് ഉടനെ തന്നെ ഒരു പരീക്ഷ എഴുതുവാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. അപ്രതീക്ഷിതമായി പരീക്ഷ എന്ന് കേട്ടപ്പോൾ അവർ ഒന്നമ്പരന്നു. പ്രൊഫസർ പരീക്ഷ പേപ്പറുകൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചു. മടക്കിയ പേപ്പറുകളാണ് വിതരണം ചെയ്തത്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ മടക്ക് നിവർത്തി നോക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ആശ്ചര്യമെന്ന് പറയട്ടെ, ആ ചോദ്യപേപ്പറിൻ്റെ മധ്യത്തിലായി ഒരു കറുത്ത അടയാളമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന കുട്ടികളോട് പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ ചോദ്യപേപ്പറിൽ എന്ത് കാണുന്നുവോ അതിനെക്കുറിച്ച് എഴുതുക. ഈ ബുദ്ധിമുട്ടേറിയ ചോദ്യത്തിന് അവർ തങ്ങളാലാവും വിധം ഉത്തരമെഴുതി. ക്ലാസ് തീരാറായപ്പോഴേക്കും പ്രൊഫസർ ഉത്തരക്കടലാസുകൾ ശേഖരിച്ചു ഉറക്കെ വായിക്കാൻ തുടങ്ങി. എല്ലാ കുട്ടികളും ആ കറുത്ത അടയാളത്തെക്കുറിച്ചാണ് എഴുതിയത്. അതിൻ്റെ വലിപ്പം, സ്ഥാനം, ആകൃതി, കറുപ്പ് നിറത്തെക്കുറിച്ച് എന്നിവയെക്കുറിച്ചെല്ലാം അവർ നീട്ടി പരത്തി എഴുതിയിരുന്നു. എല്ലാ ഉത്തരക്കടലാസും വായിച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ് നിശബ്ദമായിരുന്നു. പിന്നീട് പ്രൊഫസർ പരീക്ഷയെക്കുറിച്ച് വിശദീകരിക്കാൻ ആരംഭിച്ചു. ഈ ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഞാൻ ഗ്രേഡ് ചെയ്യുന്നില്ല, മറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം തരുകയാണ്. നിങ്ങളെല്ലാവരും ഇതിലെ കറുത്ത പാടിനെ കുറിച്ചാണ് എഴുതിയത്. ആരും വെളുത്ത കടലാസിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തിലും ഇതാണ് സംഭവിക്കുന്നത്. ശരിയല്ലേ? എല്ലാവരും അവരവരുടെ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ച് അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. ഒരുപക്ഷെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന ചെറിയ വിള്ളലുകൾ, കൂട്ടുകാരുമായുള്ള പ്രശ്നങ്ങൾ, ഒരു വ്യക്തിയുമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഈ പ്രശ്നങ്ങളിലേക്ക് മാത്രം ശ്രദ്ധയൂന്നാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന മറ്റു നിരവധി കഴിവുകളും അനുഗ്രഹങ്ങളും കാണാതെ പോകുന്നു. ഈ കറുത്ത പാട് കണ്ണിനെ പലപ്പോഴും നമ്മളെ മലിനസമാക്കുന്നു. ഈ പാടുകളിൽ നിന്ന് കണ്ണെടുത്ത് ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ ശ്രമിക്കുക. ഓരോ നിമിഷവും ആസ്വദിക്കുക. പ്ലീസ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമ്മളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണുക. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങൾ നമുക്ക് എന്ത് പഠിക്കുവാൻ കഴിഞ്ഞുവെന്ന് മാത്രം ചിന്തിക്കുക. എനിക്ക് മാത്രം സംഭവിച്ചുവെന്നും എന്തുകൊണ്ട് എനിക്ക് മാത്രം സംഭവിച്ചുവെന്ന് ചിന്തിക്കാതെ എന്ത് പഠിച്ചുവെന്ന് മാത്രം ചിന്തിക്കുക. ചുറ്റുമുള്ളവരെയൊക്കെ സ്നേഹിക്കുക. ബ്ലസ് ഓൾ വിത്ത് യുവർ ഹാർട്ട്.